എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് നല്ല അസല് ബീഫ് കറി എങ്ങനെ ഉണ്ടാക്കാം എന്നുള്ളതാണ്. ഞാൻ ഉണ്ടാക്കുന്ന രീതിയാണ് നിങ്ങളായിട്ട് ഷെയർ ചെയ്യുന്നത്. അപ്പൊ നമുക്കൊന്ന് കണ്ടു നോക്കിയാലോ. ബീഫ് കറിക്ക് ആവശ്യമായ സാധനങ്ങൾ എന്തൊക്കെയാന്ന് നോക്കാം. ഞാൻ ഇവിടെ 2 സവാള, വലിയ സവാള ആയതുകൊണ്ട് 2 എടുത്തിട്ടുണ്ട്. അത് 4 വെച്ചിരിക്കുന്നതാണ്. പിന്നെ ഒരു ഉണ്ട വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്, 2 പച്ചമുളക് എടുത്തിട്ടുണ്ട്, കറിവേപ്പിലേക്ക് വേണമെങ്കിൽ എടുക്കാം, ഞാൻ ഇപ്പൊ എടുത്തിട്ടില്ല. ഒരു വലിയ കഷ്ണം ഇഞ്ചി എടുത്തിട്ടുണ്ട്. ഇപ്പോ ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചെടുക്കുക, എന്നിട്ട് ബാക്കിയൊക്കെ ഇതുപോലെ അരിഞ്ഞെടുക്കുക. പിന്നെ സ്പൈസസ് ആയിട്ട് എടുത്തിരിക്കുന്നത് കറുവപ്പട്ടയുടെ ഇല, പിന്നെ കരഗ്രാമ്പ് 2 ഒരു ഏലക്ക, ഒരു പട്ട. ബീഫ് കറിക്ക് ആവശ്യമായ പൊടികൾ എന്തൊക്കെയാന്ന് നമുക്ക് നോക്കാം. ഒരു ടേബിൾ സ്പൂൺ മുളക് പൊടി എടുത്തിട്ടുണ്ട്, എരിവുള്ളത്. പിന്നെ ഒരു ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, ഒരു ടേബിൾ സ്പൂൺ മീറ്റ് മസാലപ്പൊടി, 1/4 ടേബിൾ സ്പൂൺ കുരുമുളക് പൊടി. നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് പൊടികളുടെ അളവിലൊക്കെ മാറ്റം വരുത്താവുന്നതാണ്. പിന്നെ പട്ട, കരഗ്രാമ്പ് ഇതൊക്കെ വേണമെങ്കിൽ ഇട്ടാൽ മതി, ഓപ്ഷനിലാണ്. പട്ടയും കരഗ്രാമ്പും ഒക്കെ അങ്ങനെ സ്പൈസസ് ഒക്കെ ഇട്ട് കഴിഞ്ഞാല് കറിക്ക് ഇച്ചിരി ടേസ്റ്റും കൂടും, നല്ല സ്മെല്ലൊക്കെ ഉണ്ടാവും. അതിന് വേണ്ടിയിട്ടാണ്. പിന്നെ മല്ലിയിലയൊക്കെ ആഡ് ചെയ്യണമെങ്കിൽ ആഡ് ചെയ്യാം, ഞാൻ എടുത്തിട്ടില്ല. മല്ലിയില, കറിവേപ്പിലൊക്കെ വേണമെങ്കിൽ ആഡ് ചെയ്യാം. ആദ്യം തന്നെ നമുക്ക് അടുപ്പത്തിച്ചിട്ട് ഒരു ചട്ടി വെച്ച് കൊടുക്കാം. ചട്ടി ചൂടായി കഴിയുമ്പോൾ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഏത് കറി ആയാലും നാടൻ കറിയൊക്കെ ഉണ്ടാക്കുമ്പോഴത്തേക്കും വെളിച്ചെണ്ണ ഉപയോഗിക്കുന്നതാണ് നല്ലത്. അപ്പോൾ പ്രത്യേക ടേസ്റ്റ് ആയിരിക്കും. ഞാൻ എല്ലാ കറികൾക്കും വെളിച്ചെണ്ണ തന്നെയാണ് യൂസ് ചെയ്യുന്നത്. സൺഫ്ലവറോ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഓയിൽ നിങ്ങൾക്ക് ഉപയോഗിക്കാവുന്നതാണ്. ഞാൻ എൻ്റെ അഭിപ്രായം പറഞ്ഞതേ ഉള്ളൂ. അപ്പോൾ നമുക്ക് ഇനി എണ്ണ ഒന്ന് ചൂടായി കഴിയുമ്പോഴത്തേക്കും സ്പൈസസ് ഒക്കെ ഒന്ന് ഇട്ട് കൊടുക്കാം. അതിനുശേഷം ചതച്ച് വെച്ചിരിക്കുന്ന ഇഞ്ചി, വെളുത്തുള്ളി എന്നിവ ഇട്ട് കൊടുത്തിട്ട് ജസ്റ്റ് ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം നമുക്ക്. ഒപ്പം നമുക്ക് പച്ചമുളകും സവാളയൊക്കെ കൂടി ഇട്ട് കൊടുക്കാം കേട്ടോ. കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ട് നമുക്ക് നന്നായിട്ട് ആ സവാള എല്ലാം കൂടി നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. വല്ലാണ്ടൊന്നും മൊരിഞ്ഞു പോകണ്ട, ജസ്റ്റ് ഒന്ന് വാടി കിട്ടിയാൽ മതി എല്ലാം കൂടി. ഓൾറെഡി ഞാൻ ബീഫ് വേവിച്ച് വെച്ചിട്ടുണ്ട്. ബീഫിൽ ഇഞ്ചി, മഞ്ഞൾപ്പൊടി, കുരുമുളക് പൊടി, ഉപ്പ്, കുറച്ച് വെള്ളവും കൂടി ഒഴിച്ചിട്ടാണ് വേവിച്ച് വെച്ചിരിക്കുന്നത്. വിസിൽ എത്രയാണെന്ന് ഞാൻ കണക്ക് പറയുന്നില്ല. ഓരോ സ്ഥലത്തും ബീഫിന്റെ വേവ് വ്യത്യസ്തമായിരിക്കും. അപ്പോൾ വേകുന്നത് വരെ വേവിച്ചെടുക്കുക. ഇപ്പോൾ സവാളയൊക്കെ വാടിയായിരുന്നു, അപ്പോൾ പൊടികളൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. ഇപ്പോൾ എല്ലാം നന്നായിട്ടൊന്ന് റോസ്റ്റായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് വേവിച്ച് വെച്ചിരിക്കുന്ന ബീഫ് ഇട്ട് കൊടുക്കാം. ബീഫൊക്കെ ഇട്ടതിന് ശേഷം നന്നായിട്ടൊന്ന് ചാറൊന്ന് കുറുക്കി എടുക്കാട്ടാ. നന്നായിട്ടൊന്ന് തിളപ്പിച്ചൊക്കെ എടുക്കാം. ഇപ്പോൾ അടിപൊളി ബീഫ് കറി റെഡി ആയിട്ടുണ്ട്. ഞാൻ ഉണ്ടാക്കുന്ന രീതിയാണിത്. അപ്പോൾ കുറച്ച് പേർക്കെങ്കിലും ഈ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കണോ. ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അത് മാത്രമല്ല ഉപ്പൊക്കെ കറക്റ്റ് ആണോ നോക്കുക. ഉപ്പൊക്കെ പോരായെങ്കിൽ ഇട്ട് കൊടുക്കുക. പിന്നെ അവസാനം വേണമെങ്കിൽ കുരുമുളക് പൊടിയൊക്കെ ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഞാൻ കുട്ടികൾക്കും കൂടി കൊടുക്കാവുന്നതുകൊണ്ട് ഓവറായിട്ട് എരിവൊന്നും ഇടാത്തതാണ്. അപ്പോൾ കറി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ അത്രയേ ഉള്ളൂ. താങ്ക് യു, ബൈ. ഫ്ലെയിം ഓഫ് ചെയ്യാം കേട്ടോ.